എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഒരു 4 മണി സ്നാക്സ് ആണ് ഉണ്ടാക്കുന്നത്. പൊരിച്ച പത്തിരി. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ വറുത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1/4 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നാളികേരം ചെരുകിയത് 2 ടേബിൾ സ്പൂൺ, പെരിഞ്ജീരകം 1/4 സ്പൂൺ. ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇടാം. അതിനുശേഷം അതിലേക്ക് പെരിഞ്ജീരകം ആഡ് ചെയ്യാം. അതുപോലെ ഉപ്പ് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇതിലേക്ക് ആഡ് ചെയ്യണത്. നാളികേരം 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരുത്താവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് പച്ചവെള്ളമല്ല, അതുപോലെ ചൂടുവെള്ളമല്ല ഉപയോഗിക്കേണ്ടത്. തിളച്ച വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത്. അത് നന്നായിട്ട് വെട്ടി തിളച്ച വെള്ളം വേണം ഇതിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ പത്തിരിക്ക് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ പത്തിരി പരത്തുന്ന സമയത്ത് നമുക്ക് പൊട്ടാതെ കിട്ടുള്ളൂ. അതുകൊണ്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഇതിൽ വേണം നമുക്ക് ഇത് മാവ് കുഴച്ച് റെഡിയാക്കി എടുക്കാൻ. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ സ്പൂണ് വെച്ച്, നല്ല ചൂടുള്ളതുകൊണ്ട് സ്പൂണ് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം ചൂട് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴയ്ക്കണം. ആ കുഴയ്ക്കുന്നതിനനുസരിച്ചിരിക്കും ഈ പത്തിരിയുടെ ടേസ്റ്റ്. ഇതുപോലെ നല്ല സോഫ്റ്റിൽ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ട്, കുഴച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പരത്തിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ ഒരു സ്വീറ്റ് ബനാന വടയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് ബനാന വട ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കതൊന്ന് ഇലയിൽ പരത്തണത് കാണിച്ചു തരണമെന്ന്. അന്നേരം ഞാൻ വിചാരിച്ചതാണ് നിങ്ങൾക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അതുപോലെ തന്നെ ഇതും പരത്തി കാണിക്കണമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 രീതിയിൽ ഞാനിവിടെ കാണിക്കാം. ഒന്ന് വാഴയില വെച്ചിട്ട്, ഇപ്പോൾ വാഴയില ഇല്ലാത്തവർക്ക് പ്ലേറ്റിലായിട്ടും ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ വാഴയുടെ ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ തടവണം. അതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് ഒരു ഉരുളെടുത്തിട്ട് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇത് വലിപ്പമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഇതിപ്പോൾ വലിയൊരു ഉരുളെടുത്തിട്ട് പരത്തുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പത്തിരി കിട്ടും. അതിനെ ഓട്ടടാന്നും പറയും, പത്തിരി എന്ന് പറയും. ഇതിപ്പോൾ ഞാൻ പൊരിച്ച പത്തിരി ആയതുകൊണ്ടാണ് ഞാൻ ചെറിയ പത്തിരികൾ ഉണ്ടാക്കണത്. ഇതേപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് അതിങ്ങനെ കമത്തി വയ്ക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് കൈകൊണ്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഉരുളകളുടെ വലിപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അതേപോലെ സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും. ഇത് കുഴക്കുന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ ഇതെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നന്നായിട്ട് കുഴക്കണം. അപ്പോൾ ഇത് ഒട്ടും നമുക്ക് അങ്ങനെ എടുക്കുമ്പോഴൊന്നും പൊട്ടില്ല. ഇത് വളരെ ടേസ്റ്റാണ്. ഇനി ഇതല്ലാതെ ഞാൻ സാധാരണ ഇങ്ങനെയല്ല പരത്തുക. ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പരത്താറ്. നമ്മൾ വടയൊക്കെ ഉണ്ടാക്കുമല്ലോ, ആ വടയൊക്കെ ഉണ്ടാക്കുന്ന രീതിക്കനുസരിച്ച് കയ്യിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഒന്ന് അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തതാവും. അതിന് ശേഷം ഒന്ന് ഭംഗി വരട്ട്. ഞാൻ പിന്നെ റൗണ്ടിലല്ല ഇത് ഉണ്ടാക്കണത്. ഇത് പൊരിച്ചിട്ട് വരുമ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയൊക്കെ വേണ്ടേ. അതിനായിട്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ അത് ഒരുപാട് ഇഷ്ടപ്പെടും കാണുമ്പോൾ. ഒന്നുമില്ല, ജസ്റ്റ് അതിൻ്റെ ഓരോ ഭാഗങ്ങളും പിടിച്ചിട്ട് ഒരു സ്റ്റാർ പോലെ ആക്കിയിട്ട് അതിൻ്റെ നടുവിൽ ഒരു ഹോളിടും. അപ്പോൾ അതൊരു ഭംഗിയാണ് പൊരിച്ച് കഴിഞ്ഞാൽ കാണാനായിട്ട്. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്കിത് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ഉരുള, എത്ര വലിപ്പം വേണം അത് നിങ്ങളുടെ ഇഷ്ടം. എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം നമ്മൾ കയ്യിൻ്റെ നടുഭാഗത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വടയൊക്കെ ഉണ്ടാക്കണ പോലെയുള്ള ഒരു അത് കിട്ടും. അതിനെ ഒന്നും കൂടി ഒന്ന് ഭംഗി വരുത്തിയതിന് ശേഷം ഓരോ സൈഡും ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു ഭംഗിയുള്ള ഒരു രൂപം കിട്ടും.
ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് അറിയാത്തവർക്കായിട്ട് ഇത് പറഞ്ഞേ ഉള്ളൂ. അറിയണവരെന്നോട് ക്ഷമിക്കണം. ഇനി നമുക്കങ്ങനെ എല്ലാതും ഇതേപോലെ പരത്തി വയ്ക്കാം. ഒരു പാൻ വെച്ച് ചൂടായിട്ടുണ്ടായിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇതിലിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ കയ്യൊന്നതിൽ മുങ്ങാണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വറുത്ത പൊടിയിൽ നമ്മൾ നന്നായി കുഴച്ചതാണല്ലോ, അതുകൊണ്ട് ഇത് റെഡിയായി തുടങ്ങി. നമുക്കിതൊന്ന് മറിച്ചിടാം. രണ്ട് സൈഡും അങ്ങോട്ട് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നമുക്കിനി കോരിയെടുക്കാം. ഇനി എല്ലാവരും നമുക്കിതേപോലെ ചെയ്യാം. അങ്ങനെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ മെയിൽ ID യിലേക്ക് മെയിൽ ചെയ്താലും മതി. നന്ദി, നമസ്കാരം.